നടിയെ ആക്രമിച്ച കേസ് 7.5 വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനിക്ക് ജാമ്യം. സർക്കാരിന് വലിയ തിരിച്ചടി. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം. 7.5 വർഷത്തിന് ശേഷമാണ് കേസിലെ പ്രതിയായ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. വിധിയിൽ വിചാരണ കോടതിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. ഒരാൾ എത്ര തവണ ജാമ്യത്തിനായി കോടതി കയറണമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കടുത്ത ഉപാധികൾക്കായി സംസ്ഥാനത്തിന് വാദിക്കാം, എന്നാൽ വിചാരണ ഇത്രയും വൈകുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകുകയാണെന്ന് വ്യക്തമാക്കിയ കോടതി ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതിക്ക് ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട്. നീണ്ട 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത്. പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലെ വിചാരണ കോടതിയാണ് പൾസർ സുനിയുടെ ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചത്. നേരത്തെ പൾസർ സുനിയെ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യവ്യവസ്ഥ എന്താണെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും അടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സർക്കാരിന് വിചാരണ കോടതി മുമ്പിൽ വയ്ക്കാവുന്നതാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുതെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും വിചാരണ കോടതിയുടെ ജാമ്യവ്യവസ്ഥയിലുണ്ട്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ. ഈ നമ്പർ കോടതിയെ അറിയിക്കണം. സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും 1 ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്നും 2 ആൾ ജാമ്യത്തിലുമാണ് സുനിയെ പുറത്തിറങ്ങുന്നത്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൈലോസിന് 87 ദിവസത്തോളമാണ് കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപിൻ്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നതെന്നും ഇതെങ്ങനെ വിചാരണ കോടതി അനുവദിച്ചുവെന്നും സുപ്രീം കോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചു. തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ദിലീപിൻ്റെ അഭിഭാഷകൻ 87 ദിവസത്തോളം ബൈജു പൈലോസിനെ വിസ്താരം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ തടഞ്ഞില്ലെന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങുന്നതിനാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീം കോടതി അറിയിച്ചെങ്കിലും കോടതി നിരുപാധികം അത് അംഗീകരിച്ചില്ല. സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ദിലീപ് കേസിൽ ദിലീപിനെ 87 ദിവസത്തോളം വിസ്താരം ചെയ്ത ഘട്ടത്തിൽ ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ല എന്നത് കോടതി ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയത്തിൽ സർക്കാരിന് വീണ്ടും ഒരു പ്രഹരം ലഭിക്കുകയാണ്. പണ്ട് ദിലീപിൻ്റെ കേസിൽ 87 ദിവസത്തോളം വിചാരണ കോടതി ബൈജു പൈലോസിൻ്റെ നേതൃത്വത്തിൽ ദിലീപിനെ വിചാരണ ചെയ്തത് സർക്കാർ ഒരു തവണ പോലും നേരിടുകയോ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ള ഒരു വിമർശനം കോടതി മുമ്പ് ഉന്നയിച്ചിരുന്നു. അതുപോലെയാണ് വീണ്ടും സുപ്രീം കോടതി 7.5 വർഷത്തോളം പൾസർ സുനിയുടെ ജാമ്യം തടഞ്ഞു വെച്ചതിൽ പ്രതികരിക്കുന്നത്. സർക്കാരിനേറ്റ വലിയ തിരിച്ചടി.